ജീവൻ നഷ്ടപ്പെടാൻ കാരണമായത്. എറണാകുളം ഇടപ്പള്ളിയിൽ നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന് മുകളിൽ കയറിയ വിദ്യാർത്ഥി മരിച്ചൊരു സംഭവം ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. ഈ സംഭവത്തിൽ റെയിൽവേ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. പോണേക്കര സ്വദേശി ആന്റണി ജോസിനാണ് ദാരുണാന്ത്യം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് സംഭവം. ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഷോക്കേറ്റത്. നവമി, നമ്മൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് ചർച്ച ചെയ്ത വിഷയം വ്യത്യസ്തമായിട്ടൊരു സംഭവമാണ്. പക്ഷെ ഇവിടെ ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ അപകടമുണ്ടാകുന്നത് യുവാക്കളുടെ ഈ സാഹസികതയ്ക്ക് മുതിരുന്ന അവരുടെ പല ശ്രമങ്ങളും നീക്കങ്ങളും ഒക്കെയാണ്. ഈ പോണേക്കര സ്വദേശി ആന്റണി, ആ ചെറുപ്പക്കാരൻ ട്രെയിനിന് മുകളിലൂടെ കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു നീക്കം ഉണ്ടായത് എന്തുകൊണ്ടാണ്? മറ്റു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, മറ്റു വഴികളില്ലായിരുന്നോ? ഈ ട്രെയിൻ മുറിച്ച് കടക്കാൻ, അപ്പുറത്തെ വശത്തേക്ക് കടക്കാനായി മറ്റ് വഴികളില്ലായിരുന്നു? എന്തിനാണ് ഇതുപോലുള്ള ഒരു സാഹസികതയ്ക്ക് ഈ ആന്റണി മുതിർന്നത്? സാധാരണ നമ്മളൊരു റെയിൽവേ ക്രോസ് മുറിച്ച് കടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു റോഡ് മുറിച്ച് കടക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ജാഗ്രത കുറച്ചുകൂടി കാട്ടുന്നതാണ്. ഒരു റെയിൽവേ ട്രാക്ക് മുറിച്ച് കടക്കുമ്പോൾ പോലും നമ്മൾ ട്രെയിൻ വരുന്നു എന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധയോടുകൂടിയാണ് മുറിച്ച് കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ട്രെയിൻ അവിടെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പോസ്റ്റുകളായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ വൈദ്യുതി ഉണ്ടാകും, അല്ലെങ്കിൽ ഈ കമ്പിയിൽ നിന്നും വൈദ്യുതി ഉണ്ടാകും എന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. പക്ഷേ എന്ത് സാഹസികതയ്ക്ക് വേണ്ടിയിട്ടാണ് തന്റെ ജീവൻ പോലും അപകടമാകുന്ന വിധത്തിൽ ഈ 19 വയസ്സുകാരൻ ചെയ്തത്? അതും ഈ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾക്കിടയിൽ ആളാവാൻ വേണ്ടിയിട്ടാണോ? പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വലിയ വിഷമം തോന്നും. കാരണം അത് ആ മാതാപിതാക്കളുടെ ഏക മകനാണ്. മാതാപിതാക്കൾ ജോലി ചെയ്യുന്നവരാണ്, അവരുടെ ഏക മകനാണ്. 19 വയസ്സേ ആയിട്ടുള്ളൂ. അവന് കഴിഞ്ഞ ആഴ്ചയാണ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത്. BCA 1ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അപ്പുറത്തേക്ക് അവരുടെ മാതാപിതാക്കളുടെ അവസ്ഥ ഒരു നിമിഷമെങ്കിലും ഈ കുട്ടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. കാരണം ഇന്നലെ നമുക്കറിയാം, പച്ചാളം ഭാഗത്ത് റെയിൽവേ ട്രാക്കിലൂടെ മരം വീണതുകൊണ്ട് അത് ട്രെയിനുകളെല്ലാം പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ മരമൊക്കെ വെട്ടിമാറ്റിയതിനു ശേഷമാണ് ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഈ സമയത്ത് ഇടപ്പള്ളി ഭാഗത്തുമൊക്കെ ട്രെയിൻ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെയാണ് ഈ ഗുഡ്സ് ട്രെയിനും പിടിച്ചിട്ടത്. ഇവർക്ക് ക്രോസ് ചെയ്യാൻ അല്പം കൂടി നടന്നു പോയാൽ അവിടെ ഒരു മേൽപ്പാലമുണ്ട്, അതിൽ കൂടി ക്രോസ് ചെയ്ത് ഇവർക്ക് അടുത്ത ഇവരുടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താം. പക്ഷേ അത്രയും ദൂരം പോകാൻ വയ്യാത്തത് കൊണ്ട് എളുപ്പമാർഗം എന്നോണം ഈ ഗുഡ്സ് ട്രെയിനെ മറികടന്നുകൊണ്ട് പോകാൻ വേണ്ടി ഇവർ തീരുമാനിച്ചതാണ്. ആ സമയത്ത് ഈ സുഹൃത്തുക്കൾ ഗുഡ്സ് ട്രെയിനിന്റെ അടിയിലൂടെ മറുവശത്തേക്ക് പോകുന്നുണ്ട്. ഈ ആന്റണി ജോസ് ആകട്ടെ ഗുഡ്സ് ട്രെയിനിന്റെ കോണി ചവിട്ടിക്കയറി മറുവശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് സുഹൃത്തുക്കൾ പറയുന്നത് കയറരുത്, അവിടെ അപകടമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇത് വകവയ്ക്കാതെ ആന്റണി ഈ ഗോവണി ചവിട്ടിക്കയറി ആ സമയത്ത് തന്നെ ഈ വൈദ്യുതി ആഘാതമേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. നമുക്കറിയാം, അത് 1500 വോൾട്ട് കറണ്ട് കടന്നു പോകുന്ന ഒരു ലൈനാണ്. അതിനെ ആ വയറിനെ ടച്ച് ചെയ്യേണ്ട, ആ ലൈനെ ടച്ച് ചെയ്യേണ്ട അതിനു മുൻപ് തന്നെ വലിയ രീതിയിൽ വൈദ്യുതി കടന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഷോക്കേറ്റാണ് ഈ കുട്ടി തെറിച്ചു വീഴുന്നത്. പിന്നീട് ഈ സുഹൃത്തുക്കൾ ഇത് കണ്ട് ഭയപ്പെട്ടു. ഇവർ ജീവനക്കാരെയും ഒപ്പം വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യം, വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ആന്റണിയുടെ മാതാപിതാക്കൾക്ക് ഏക മകനെയാണ് നഷ്ടപ്പെട്ടത്. ഇതുപോലെ പലപ്പോഴും പല മാതാപിതാക്കളും ഒരു മക്കളുള്ളവരെയൊക്കെ വലിയ ലാളിച്ച് വളർത്തിയതാണ്. അവരിത് വലിയ പ്രതീക്ഷയുണ്ട്, അവർ പഠിച്ചു വലുതാകണം എന്നൊക്കെ സ്വപ്നം കാണുന്നുണ്ട്. ഇത് ഉന്നത പഠനത്തിന് വേണ്ടി തയ്യാറായിരുന്ന ആന്റണിയെ നഷ്ടപ്പെട്ടതിന്റെ വേദന കുടുംബത്തിനുണ്ട്. പ്രത്യേകിച്ചും സുഹൃത്തുക്കളടക്കം പറഞ്ഞിരുന്നു, അത് സാഹസികതയ്ക്ക് മുതിരരുത്, അപകടമുണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോഴും വീണ്ടും ആന്റണി ട്രെയിനിന്റെ മുകളിലൂടെ പോകുന്നു, അവിടെ മരണം സംഭവിക്കുന്നു. ഇത് ഈ സുഹൃത്തുക്കളുടെ മുന്നിൽ വെച്ചാണ് ഇത്തരം സംഭവം ഉണ്ടായത് പോലും. ഈ കുടുംബത്തിന്റെ ഒരു അവസ്ഥ, കുടുംബത്തിന്റെ സാഹചര്യം കൂടി പരിശോധിക്കേണ്ടതാണ്. അവർക്ക് ഈ സംഭവം നേരിട്ട് കാണേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു.
ഇവർക്ക് ആ സംഭവം ഇവർ നേരിട്ട് കണ്ടിരുന്നില്ല. പക്ഷേ ഈ സംഭവം നടന്ന് ആന്റണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയം തന്നെ സുഹൃത്തുക്കൾ ചെന്ന് ആന്റണിയുടെ മാതാപിതാക്കളെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ പിന്നീട് ആശുപത്രിയിൽ എത്തുകയും ആശുപത്രിയിൽ ആദ്യം അമൃത ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ബേൺ ICU ഇല്ലാത്തത് കൊണ്ട് അടുത്തുള്ള മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അപ്പോഴേക്കും ഏകദേശം ഒരു 95% പൊള്ളലേറ്റ ഒരു അവസ്ഥയിലായിരുന്നു. ആശുപത്രിയിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആന്റണിയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ സമയത്ത് മാതാപിതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒരു മാനസികാവസ്ഥ, അത് സ്വന്തം മകൻ വീടിന്റെ അടുത്ത് സുഹൃത്തുക്കൾ വിളിച്ചു പോയതാണ്. അതിലൊരു സുഹൃത്തിന്റെ ബർത്ത്ഡേ ആഘോഷത്തിന് വേണ്ടി കേക്ക് വാങ്ങാൻ പോയതായിരുന്നു. അതിനുശേഷം ഇവരുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു കേക്ക് മുറിക്കലും ഒരു പാർട്ടിയും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് ആന്റണിയെ പോയതാണ്. അതിനിടയിലാണ് ഇത്ര വലിയൊരു സാഹസികത ഈ യുവാവ് ചെയ്തത്. എന്തായാലും വളരെ ദയനീയമായ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. നമുക്കറിയാം ഇതിന് അച്ഛനും അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നു, ഇത്തരം ഒരു ബർത്ത്ഡേ ആഘോഷത്തിന്റെ കാര്യം അറിവുണ്ടായിരുന്നോ? അവരോട് പറഞ്ഞിട്ടാണോ നവമി ആന്റണി വീട്ടിൽ നിന്നും രാത്രിയിൽ പുറത്തു പോയത്? അതെ ടോം, മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. സുഹൃത്തുക്കൾ വന്ന് വിളിച്ചു. അവരെല്ലാവരും കൂടി അറേഞ്ച് ചെയ്തിട്ടാണ് ഒരു ബർത്ത്ഡേ ആഘോഷം സുഹൃത്തിന്റെ കേക്ക് മുറിക്കലുമൊക്കെ ആയിട്ട് സംഘടിപ്പിക്കാനിരുന്നത്. അതിന്റെ ഭാഗമായി കേക്ക് വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ ഞായറാഴ്ച കൂടി ആയതിനാൽ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നു. അവരുടെ അനുമതിയോടുകൂടി തന്നെയാണ് ആന്റണി സുഹൃത്തുക്കൾക്കൊപ്പം ഉള്ളത്. ഒരുപാട് സുഹൃത്തുക്കൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഇവർ ഒരു അടുത്തുള്ള അയൽക്കാർ കൂടിയൊക്കെ തന്നെയാണ് ഈ കൂട്ടുകാരും. അതുകൊണ്ട് മാതാപിതാക്കൾ പൂർണ്ണ സമ്മതത്തോടെ ആന്റണിയെ കൂട്ടുകാർക്കൊപ്പം വിടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ ആന്റണി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്നോ അവരും പോലും കരുതി കാണില്ല. ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു സാഹസികത സുഹൃത്തുക്കൾക്കിടയിൽ കേമനാകാൻ വേണ്ടി ചെയ്തതായിരിക്കും. അല്ലാണ്ട് സുഹൃത്തുക്കൾ പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി ആന്റണി ചെയ്തത് അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഇതുപോലെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇനി സുഹൃത്തുക്കൾ ആരെങ്കിലും വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അവരുടെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പോലീസ് എന്തായാലും മനഃപൂർവ്വമല്ലാത്തൊരു മരണത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. റെയിൽവേയും ഇതിന്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലാണ്. ഇന്ന് തന്നെ ആന്റണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ മാതാപിതാക്കളുടെ ഒരു മാനസികാവസ്ഥ അത് എത്രമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കുന്നതിലൊക്കെ അപ്പുറത്തേക്കാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി സൂചിപ്പിക്കുന്ന പോലെ ആ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ, ഈ സുഹൃത്തുക്കളുടെ ഇത് നേരിട്ട് കാണേണ്ടി വന്ന സുഹൃത്തുക്കളുടെ ഒരു മെന്റൽ ട്രോമയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. ഓർക്കുക, ഇതുപോലുള്ള സാഹസികതകളാണ് പലപ്പോഴും കുട്ടികളെ, യുവാക്കളെ അടക്കം വലിയ അപകടത്തിലേക്ക്, ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് സാഹസികതയ്ക്ക് മുതിരാതെ നമ്മൾ നേരിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. കാരണം നവമി സൂചിപ്പിച്ചതുപോലെ മറ്റൊരു അല്പം ദൂരം സഞ്ചരിച്ചാൽ ട്രെയിൻ ക്രോസ് ചെയ്യാം. അതിന് ആ ഒരു ചെറിയ ക്ഷമ പോലും ഇല്ലാതെ യുവാക്കൾ റിസ്ക് എടുക്കുമ്പോഴാണ്, ഇതുപോലുള്ള സാഹസികതകൾ കാണിക്കുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നതെന്ന കാര്യം ഓർക്കുക.